Hello everyone, welcome back. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ ട്രേഡിംഗിൽ താൽപര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ക്രിപ്റ്റോ കറൻസി വാങ്ങാനും വിൽക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു മികച്ച എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പല സുഹൃത്തുക്കളും നിലവിൽ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗുകൾ ചെയ്തുകൊണ്ട് പലതരത്തിൽ ഏർണിംഗ്സ് ഒക്കെ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ലീഗലായി എന്നൊരു കൺഫർമേഷൻ ഗവൺമെൻറ് എൻഡിൽ നിന്ന് വന്നിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ ക്രിപ്റ്റോ കറൻസി ഏർണിംഗ്സിന് ഏകദേശം 30% ടാക്സ് വേണമെന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവ് സൈനൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്രിപ്റ്റോ കറൻസി വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. യുനോകോയിൻ എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. കർണാടകയിലെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് ഈ ഒരു ഫേം പ്രവർത്തിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ ആധാർ, പാൻ കാർഡ്, ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അക്കൗണ്ട് നമുക്ക് എനേബിൾ ചെയ്ത് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ക്രിപ്റ്റോ നമുക്ക് പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിലൂടെ വിൽക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പണിങ്ങിന് ആവശ്യമായ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് ആഡ് ചെയ്യേണ്ട റെഫറൽ കോഡും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോഡും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. അപ്പോൾ ഞാൻ തന്ന ലിങ്കിൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആപ്പിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും യുനോകോയിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകൾ കൂടെ കാണാം. ഇവിടെ വലതുവശത്തായിട്ട് നമുക്ക് ലോഗിൻ എന്ന് കാണാം. അതിന് താഴെ സൈനപ്പ് എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു പേജിലേക്ക് വരാൻ പറ്റും. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അതിന് താഴെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഒരു കൂപ്പൺ കോഡ്, അത് ഓപ്ഷനിലാണ്, അവിടെ ഒന്നും കൊടുക്കേണ്ടതില്ല. അതിന് താഴെ റെഫറൽ കോഡ് എന്ന് കാണാം. അവിടെയാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള റെഫറൽ കോഡ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. അതിനുശേഷം സൈനപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൽ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു താഴെ കാണുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒന്ന് വേണം. അതുപോലെ തന്നെ വലിയ അക്ഷരം വേണം, ചെറിയ അക്ഷരം വേണം, അതുപോലെ തന്നെ ഏതെങ്കിലും അക്കവും വേണം. അപ്പോൾ ഇതെല്ലാം ആഡ് ആയിട്ടുള്ള ഒരു പിന്നെ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം സൈനപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമുക്കൊരു SMS കൺഫർമേഷൻ വരുന്നതാണ്. SMS OTP വരുന്നതാണ്. ആ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് OTP വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു 6 അക്ക പിന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള 6 അക്ക പിന്ന് സെറ്റ് ചെയ്യുക. ആ പിന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസിലേക്ക് ഇതേപോലെ വരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിലിപ്പോൾ ഫോണ് ഷെയ്ക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് വെരിഫൈഡ് എന്ന് കാണാം. അതിൽ ടാപ്പ് ചെയ്യണം. കാരണം ബിറ്റ് കോയിൻസ് വാങ്ങണമെങ്കിലും അല്ലെങ്കിൽ പണം ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ നമ്മൾ ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വിൻഡോയിൽ നമ്മുടെ പ്രൊഫൈൽ കാണാം. ഏറ്റവും താഴെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാൻ പറ്റും. ഈ ഒരു റെഡ് ഐക്കണിൽ അതിൽ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. ഇതിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള വിൻഡോ വരും. ഇവിടെ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് തെറ്റിക്കാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു സെൽഫി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെൽഫി എടുക്കുന്ന സമയത്ത് പിന്നെ ഗ്ലാസ് ഒന്നുമില്ലാതെ നല്ല ക്ലിയർ കിട്ടുന്ന രീതിയിൽ എടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിതിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ അപ്ലോഡ് പ്രൊഫഷണൽ ഫോട്ടോ എന്ന് കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ വരും. ഇവിടെ നമുക്ക് എങ്ങനെയാണ് സെൽഫി എടുക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സെൽഫി ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യാണ്. ക്യാപ്ചർ നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു സെൽഫി ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മൾ കൊടുത്ത ആ ഒരു ഇമെയിൽ IDയിലേക്ക് ഇവരൊരു OTP അയക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മെയിൽ ID ഒന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ OTP കാണാൻ പറ്റും. അതൊന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ OTP തെറ്റിക്കാതെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ഡാറ്റ സക്സസ്ഫുൾ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നല്ല ക്ലിയറുള്ള രീതിയിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എന്താ പറയുക നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ഈ ഒരു പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ നമുക്കിവിടെ പാൻ കാർഡ് ഇമേജ് എന്ന് കാണാം. അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോ വരും. പ്രൊസീഡ് ടു ക്യാപ്ചർ എന്ന് കാണാം. അവിടെ ആ ഒരു പാൻ കാർഡിൻ്റെ ഫോട്ടോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആധാർ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് 2 ഡോക്യുമെൻറ്റ് അക്സെപ്റ്റബിൾ ആണ്, ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ ആധാർ. അപ്പോൾ നമുക്കിവിടെ ആധാർ ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരിക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഫോട്ടോ എടുക്കാതെ ഏറ്റവും മുകളിൽ മാനുവൽ എന്നുള്ളത് ഇങ്ങോട്ട് നീക്കിയിട്ട് 𝗙𝗵𝗁 എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട്
ആധാർ നമ്പർ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ഇതിൽ മാനുവൽ KYC ഇപ്പം എന്താ പറയുക സപ്പോർട്ടീവ് അല്ല. അപ്പോൾ നമുക്കിവിടെ 𝗙𝗵𝗁 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് താഴെ 12 അക്ക ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. അതോടുകൂടി ആധാർ OTP വരുന്നതാണ്, അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആധാർ, പാൻ കാർഡ്, സെൽഫി ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഇതിലേക്കൊരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അക്കൗണ്ട് നമ്പർ ഒന്നുകൂടെ കൺഫർമേഷനായിട്ട് വീണ്ടും എൻ്റർ ചെയ്യുക. IFSC കോഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലൊരു ക്യാൻസൽഡ് ചെക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രൂഫ് കൊടുക്കണം. അപ്പോൾ അതിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ക്യാൻസൽഡ് ചെക്കോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻസൽഡ് ചെക്കിൻ്റെ ഫോട്ടോ ആണ് കൊടുക്കുന്നത്. അത് ക്യാപ്ചർ ചെയ്ത് ഇതിലേക്കൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവർ വെരിഫൈ ചെയ്യുന്നതാണ്. അതിലേക്കൊരു ₹1 ഡെപ്പോസിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ പെൻഡിങ്ങിലാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത അക്കൗണ്ടിലേക്ക് പിന്നെ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് തന്നെ ആ ഒരു ₹1 ഡെപ്പോസിറ്റ് വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പണം ആഡ് ചെയ്യാനൊന്നും ഇപ്പോൾ പറ്റില്ല. കാരണം ഇതിൻ്റെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടില്ല. പിന്നെ ഇതിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ അക്കൗണ്ടിലേക്ക് ₹1 അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെരിഫിക്കേഷൻ ഒരു 5 മിനിറ്റ്സിൽ തന്നെ നടക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ പോയിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം നമ്മുടെ വെരിഫിക്കേഷൻ ഇപ്പോൾ പെൻഡിങ്ങിലായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം. ലെൻഡിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻസ് വാങ്ങാനും വിൽക്കാനും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കിതിൽ ഫണ്ട് ആഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ കാണാം. ഇന്ത്യൻ റുപ്പീസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. നെഫ്റ്റും അതുപോലെ തന്നെ RTGS വഴിയും നമുക്ക് ഇതിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ പിന്നെ ഈ ഒരു ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ പെൻഡിങ് ആയതുകൊണ്ടാണ് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ്സ് ആഫ്റ്റർ വീണ്ടും നമ്മൾ ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയതിനു ശേഷം നമുക്കിവിടെ ഈ ഒരു പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ വിർച്വൽ ബാങ്ക് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ബാങ്ക് IMPS UPI ഓപ്ഷൻ ഉണ്ട്. അതിനൊന്നും ചാർജ് ഇല്ല. നെഫ്റ്റും RTGS ഉണ്ട്. അതിനും ചാർജ് ഇല്ല. മൊബിക്വിക്ക് വാലറ്റ് വഴി നമുക്കിതിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പിന്നെ വിർച്വൽ ബാങ്ക് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റും. ഇത് ഓരോ കസ്റ്റമറിനും യുണീക്ക് ആയിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കിട്ടുക. അതായത് ഇത് വിർച്വൽ ആയിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി നമുക്ക് നെഫ്റ്റും RTGS മാത്രമേ ഇടപാടുകൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. IMPS UPI ഇതൊന്നും ഇതിൽ സപ്പോർട്ടീവ് അല്ല. മിനിമം ₹100, മാക്സിമം 2 lakh വരെ പെർ ഡേ നമുക്ക് ഇതുവഴി ഈ ഒരു മെത്തേഡ് വഴി നമുക്കിതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു വാലറ്റിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാലറ്റിൽ ഇത് റിഫ്ലക്റ്റ് ആവുക. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് വിർച്വൽ ബാങ്ക് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ. ഇനി ബാങ്ക് IMPS UPI ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അവരുടെ ബാങ്ക് ഡീറ്റെയിൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ ഇതിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. IMPS അല്ലെങ്കിൽ UPI വഴിയോ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് രജിസ്റ്റേർഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ കൊടുത്തിട്ടുള്ളത് കൊട്ടാക് മഹീന്ദ്ര ബാങ്കാണ്. അപ്പോൾ നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടാണോ കൊടുക്കുന്നത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കണം പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ മിനിമം ₹1000 ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ₹1000 മുകളിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങൾ പണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അക്സെപ്റ്റ് ആകുന്നതല്ല, അത് റീഫണ്ട് വരുന്നതാണ്. പിന്നെ ബാങ്ക് NEFT അതുപോലെ തന്നെ RTGS അതിനും ചാർജ് ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. അതിൻ്റെ ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ മൊബിക്വിക്ക് വാലറ്റ് വഴി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് പണം ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിതിൽ പിന്നെ IMPS UPI വഴി ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. അതിനുശേഷം എത്രയാണോ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ₹100 എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ നടക്കില്ല. അപ്പോൾ ₹1000 ആക്കുക. അതിനുശേഷം റിക്വസ്റ്റ് ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മളിവിടെ ഇതിൻ്റെ റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു രജിസ്റ്റേർഡ് ബാങ്ക് ഡീറ്റെയിൽ വെച്ച് നമ്മളിതിലേക്ക് UPI ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ₹1000 ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് നമ്പർ നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ആ ഒരു റെഫറൻസ് നമ്പർ പിന്നീട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആഡ് എന്ന് കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ആ ഒരു റെഫറൻസ് നമ്പർ ആഡ് ചെയ്യാനുള്ള വിൻഡോ വരുന്നതാണ്. അവിടെ ആ ഒരു റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എമൗണ്ട് അവിടെ ഫെച്ചായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അത് അവർ വെരിഫൈ ചെയ്ത് പണം നമുക്ക് വാലറ്റിലേക്ക് ആഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനൊന്നും ട്രാൻസാക്ഷൻ ഫീ നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ പണം വിഡ്രോ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ഇവിടെ കാണാൻ പറ്റും. ബാങ്ക് വഴി നമുക്ക് വിഡ്രോ ചെയ്യാം.
𝗙𝗵𝗔 പിന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻ ഫീ 30 രൂപയാണ്. നെഫ്റ്റ് ആണെങ്കിലും 25 രൂപ ചാർജ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബാങ്ക് വഴിയാണെങ്കിൽ അത് 1-2 വർക്കിംഗ് ഡേയ്സ് എടുക്കും. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് 𝗙𝗵𝗔 വഴിയും അതുപോലെ തന്നെ നെഫ്റ്റ് ട്രാൻസാക്ഷൻ വഴിയും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു യൂണോകോയിൻ ആപ്പ് വഴി ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂണോകോയിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിലൂടെ ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനാവശ്യമായ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ട റെഫറൽ കോഡും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. യൂണോകോയിൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന മികച്ച ഓഫറുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.